ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ രോഹിത് എല്ലാം സുസ്മിതയ്ക്ക് എഴുതി കൊടുക്കുകയാണേ. എന്നാൽ ശാലിനിയുടെ കയ്യിലെ മറ്റേ മുദ്ര പേപ്പർ കിട്ടിയ കാര്യം രോഹിത്തിന് അറിയില്ല. അങ്ങനെ സങ്കടത്തോടെയാണ് രോഹിത് അത് എഴുതി കൊടുക്കുന്നത്. വേദനയോടെയാ വിഷ്ണു അത് കണ്ടു നിൽക്കുന്നത്. അങ്ങനെ ഉപേന്ദ്രൻ പറയും, നിങ്ങളുടെ കുട്ടി നാളെ ഇതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തും. ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അപ്പൊ വിഷ്ണു പറയും, ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടനുസരിച്ചു. ഇനി നാളെ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുമ്പ് എന്റെ സത്യയും പപ്പിയും ഞങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീയൊന്നും ഈ ഭൂമിയിലില്ല. കേട്ടോടാ പട്ടി എന്നിങ്ങനെ ഉപേന്ദ്രന്റെ മുഖത്ത് നോക്കി വിളിക്കണം. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം പുലർന്നു. ശാരദാമ്മയും ക്ഷാമയും ശാലിനി എല്ലാം ടെൻഷനോട് കൂടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട്. ശാരദാമ്മ സകല ഭഗവാന്മാരോടും വഴിപാടുകളൊക്കെ നേരുന്നുണ്ട്. ശാലിനി പറയും, കുട്ടികളാണ് അവരുടെ തുറപ്പിച്ചിട്ട് കുട്ടികളെ വെച്ച് വില പേശിയാലേ നമ്മൾ എന്തിനും തയ്യാറാവുന്ന അവർക്കറിയാം. ശ്യാമ പറയും, എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ എന്റെ മക്കളെ എനിക്ക് വേണം. കുഞ്ഞച്ചി, മക്കളെ അവർ ഉപദ്രവിക്കോ? ശാലിനി പറയും, ശ്യാമേ, സ്വത്തുകൾ എഴുതി തിരികെ വാങ്ങിക്കാൻ അവരുടെ കയ്യിലുള്ള ഏക മാർഗം കുട്ടികളാണ്. അതുകൊണ്ട് അവർ മക്കളെ ഉപദ്രവിക്കാൻ സാധ്യതയില്ല. ശാരദ പറയും, അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നാവോ, എനിക്കൊന്നും അറിയില്ല. പോയവരാണെങ്കിൽ ഒട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഓട്ടോ അങ്ങോട്ട് വരും. രോഹിത്തും വിഷ്ണുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവര് മക്കളെ കാണാതാവുമ്പോ ടെൻഷനാവാ. ശാലിനിക്കും, കുട്ടികൾ എവിടെ വിഷ്ണുവേട്ടാ, വിട്ടു തന്നില്ലേ അവര്? വിഷ്ണു പറയും, കുട്ടികളെ അവര് വേറെ എവിടേക്കോ മാറ്റിയിരിക്കും. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവര് പറയുന്ന ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ടാലേ അവര് കുട്ടികളെ തിരിച്ചു തരൂ. ശാലിനിക്കും, അപ്പൊ സുസ്മിത ബുദ്ധിപൂർവ്വം കളിക്കുകയാണല്ലേ, അവൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ വിഷ്ണു. ശാരദ പറയും, അവരുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങള് അകപ്പെട്ട് കഴിഞ്ഞിരിക്കല്ലേ, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയം അനുവിന്റെ ഒരു കോള് വരാണ്. അനു പറ മേഡം, ബെൻസൺ എന്നൊരാളെ സുസ്മിതയെ വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ട്രേസ് ചെയ്തപ്പോ അത് മണിമല എസ്റ്റേറ്റിലാണെന്ന് മനസ്സിലായി. ശാലിനി പറയും, മണിമല എസ്റ്റേറ്റ്, അപ്പോ കുട്ടികൾ അവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അനു പറയും, ആ അതെ. അപ്പോഴേക്ക് രോഹിത് പറയും, ഈ മണിമല എസ്റ്റേറ്റ് എവിടെയാണെന്ന് എനിക്കറിയാം. സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും ഉപേന്ദ്രന്റെ ഒക്കെ ബിസിനസ് ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വിഷ്ണു പറയും, അപ്പൊ പിന്നെ ഒരു സംശയവും വേണ്ട, നമ്മുടെ മക്കൾ അവിടെ തന്നെ കാണും. രോഹിത് പറയും, ഇവിടുന്ന് കുറച്ച് അധികം ദൂരമുണ്ട്, ഞാൻ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞുതരാം. ഉടനെ അങ്ങോട്ട് പോകണം, കുട്ടികളെ രക്ഷിക്കാൻ വേണം. ഞാനപ്പോ അവര് പറഞ്ഞതുപോലെ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലാം. വിഷ്ണു പറയും, അത് ഞാൻ പോയിക്കോളാം. മണിമലയല്ല 7 മലയാണെങ്കിലും ഞാൻ ഓടിയെത്തിക്കോളാം. ശാലിനിക്കും, വിഷ്ണുവേട്ടൻ ഒറ്റയ്ക്കാണോ പോകുന്നത്? വിഷ്ണു പറയും, അവളിനി എവിടെ കൊണ്ടുപോയി നമ്മുടെ മക്കളെ ഒളിപ്പിച്ചാലും അവിടെയൊക്കെ പറഞ്ഞെത്താൻ എന്റെ ഈ ഓട്ടോ സ്ത്രീയോ ചങ്കു പറിച്ചു തന്നെ ചാവുന്നത് വരെ കൂടെ നിൽക്കാൻ എന്റെ ഓട്ടോ സുഹൃത്തുക്കളും ഉള്ളപ്പോൾ ഞാൻ എന്തിനാണോ പേടിക്കുന്നത്? കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ 3 ചക്ര വാഹനത്തിന്റെ ശക്തി എന്താണെന്ന് തനിക്കറിയോ? എവിടേക്കും കൊണ്ടു ചെല്ലാനുള്ള ലൈസൻസ്, അവകാശം, പിന്നെ കാക്കി എന്ന വസ്ത്രത്തിന്റെ ഒത്തൊരുമയും, അത് മാത്രം മതിയടോ ജയിച്ച് എനിക്ക് തിരികെ വരാനായിട്ട്. അങ്ങനെ വിഷ്ണു ഫോണെടുത്ത് കമല എന്ന് വിളിക്കുമ്പോൾ തന്നെ പോകാനുള്ള എല്ലാ റെഡിയാവലും അവിടെ നടന്നിട്ടുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് മണിമല എസ്റ്റേറ്റിലെ കുട്ടികളെ 2 പേരും മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. പപ്പി ആരെയും കാണുന്നില്ലല്ലോ, നമുക്ക് ഈ വാതിൽ തുറക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നാ വാ എന്ന് പറഞ്ഞ് അവരെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോ ഇത് ജനലിലൂടെ വേറൊരാള് ശ്രദ്ധിക്കുന്നുണ്ട്. തുറക്കാൻ പറ്റുന്നില്ലല്ലോ പപ്പി. അപ്പോഴേക്കും അയാളെ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിരിക്കണേ, പുറത്തേക്ക് പോവാൻ നോക്കായിരുന്നല്ലേ. അപ്പോഴേക്കും കുട്ടികൾ വേഗം അകത്തേക്ക് ഓടിക്കയറും. അയാൾ പറയും, ഇവിടുന്ന് പുറത്തു പോകുന്നതേ നടക്കില്ല, നാ കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അയാൾ പറയും, കഴിക്കാനല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. അയാൾ പറയും, തർക്കുത്തരം പറയുന്നോ, എന്നാ ഇന്ന് കഴിപ്പിച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പഴം പൊളിച്ചു കൊടുക്കും. സത്യം പറയും, എനിക്ക് വേണ്ട. നിനക്കോ എന്ന് വെച്ച് പപ്പിക്ക് കൊടുക്കുമ്പോ പപ്പി അത് വാങ്ങിക്കും. കണ്ടില്ലേ, അവള് വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നത്. അങ്ങനെയാ നല്ല കുട്ടികളെ, വിശപ്പുണ്ടെങ്കിൽ കഴിച്ചോ. അപ്പോഴേക്കും പപ്പി ആ പഴം വാങ്ങിച്ച് കയ്യിലിട്ട് ഉടയ്ക്കണേ. ഇയാളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സത്യയെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിന്നെയല്ല, നിന്റെ അപ്പുറത്തുള്ളവരെ കഴിപ്പിക്കും, ഞാൻ ആരാണെന്നറിയും. അപ്പോഴേക്കും പപ്പി എല്ലാം ഉടച്ച് അയാളുടെ കണ്ണിലും മുഖത്തൊക്കെ തേക്കും. വാ സത്യ, ഓടിക്കോ, പപ്പി വാ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ അവിടെ നിന്ന് ഓടിപ്പോവാ. അങ്ങനെ എന്തു പറ്റി എന്ന് വെച്ച് വേറൊരാൾ വരുമ്പോ, പിള്ളേർക്ക് കൊണ്ടുവന്നത് താനെടുത്ത് കഴിക്കുന്നോ? അവരോടിപ്പോയി, പോടോ. അങ്ങനെ 2 പേരും കൂടെ കുട്ടികളെ തെരഞ്ഞു പിന്നാലെ പോവാണ്. പപ്പി ഓടിക്കോ, കല്ലെടുത്തെറിഞ്ഞോ. അപ്പോഴേക്കും മുറ്റത്തുനിന്ന് 2 പേരും കല്ല് വിറക്കണേ. അപ്പൊ അയാൾ പറയും, ഗ്ലാസ് എടുത്ത് വെച്ചോ. എന്നാ അവന്മാര് പൊട്ടന്മാരാണെന്ന് തോന്നണോ, കല്ലല്ലേ എടുത്തിരിക്കുന്നത്, ഇവരെ എറിയും, നീ കണ്ണട വെച്ചോ. അങ്ങനെ 2 പേരും കണ്ണട വെക്കും. സത്യയും പപ്പിയും പണ്ട് ശാലിനി എറിയുന്ന പോലെ ഉന്നം പിടിച്ചിട്ടാണ് എറിയാൻ തുടങ്ങുന്നത്. എറിയും, പപ്പി എറിഞ്ഞോ എന്ന് പറഞ്ഞ് എറിയാൻ തുടങ്ങുമ്പോഴേക്കും അവന്മാരെ കുട്ടികളെ കോരിയെടുക്കും. അങ്ങനെ വീണ്ടും അവര് ഇവരുടെ കയ്യിൽ തന്നെ പെടുകയാണ്. അകത്ത് കൊണ്ടുപോയി ഇടും. അടങ്ങി ഒതുങ്ങി നിന്നോ, ഇല്ലെങ്കിലേ കുരുത്തക്കേട് കാണിച്ചാലുണ്ടല്ലോ. സത്യക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കടാ. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും സത്യ പറയും, പപ്പി ഓടിക്കോ എന്ന് പറയലും അവരോടിപ്പോവും. അങ്ങനെ ഗുണ്ടകളായിട്ട് വട്ടം കറക്കാണ് കുട്ടികളവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ബാമയുടെ അവിടെയാണ്. അവിടെ പൊന്നി ഇങ്ങനെ അവിടെ അടിച്ചു വരുന്നുണ്ട്. ആ ബാമ കണക്കുകൾ കൂട്ടിക്കൊണ്ട് നിൽക്കണേ. അപ്പോഴായിരിക്കും പിള്ളച്ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. അല്ല സത്യമേ, അന്ന് പണം എടുത്തുകൊണ്ട് പോയവരെ തന്നെയാണോ നൂർജഹാന്റെ വീട്ടിൽ നിന്ന് കണ്ടത്? ബാമ പറയും, പിന്നല്ലാതെ. എന്റെ പണം എടുത്തുകൊണ്ടോ തന്നെ എനിക്ക് ഏത് പാതിരാത്രി കണ്ടാലും തിരിച്ചറിയാൻ പറ്റും, ഇത് അവൻ തന്നെയാ. എന്നാലേ ആ പണം തിരിച്ചു കിട്ടാൻ ഒരു വഴിയുണ്ട് സത്യമേ. എന്ത് വഴി?
പിള്ളച്ചേട്ടൻ പറയും ആ വീട്ടിൽ ആർക്കെങ്കിലും ഈ പണം എടുത്തവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഈ പണം എടുത്തവരുടെ കയ്യിലെ ഈ വാർത്ത എത്തും. ബാമറിയും അല്ല എന്താ വഴിന്ന് പറഞ്ഞില്ലല്ലോ. ആ വഴികൾ തിരികെ കിട്ടാനായിട്ട് നിയമവഴികൾ ഉണ്ടോ നോക്കാൻ പോവാണെന്ന് ആ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് അറിയിക്കണം. എന്താ സംഭവിക്കാന്നൊന്നും അറിയാലോ. ആ അത് ശരിയാ സത്യമേ, കേസും പ്രശ്നമൊക്കെ ആണെന്നറിയും അവര് താനെ പണം ഈ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് പോകും. ബാമയ്ക്കും അതിന് കാശ് അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കോ? പിള്ളയും പൊന്നിയും പറയും ആർക്കാ സത്യമേ പോലീസിന് പേടിയില്ലാത്തത്. കുഴപ്പമാവും പറഞ്ഞാൽ ആര് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. ബസ്സിലെ മാല പൊട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? പിടിക്കപ്പെടുന്നറിഞ്ഞ സൂത്രത്തിലെ മാല താഴെയിടും. അപ്പൊ ആരെടുത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോ ബാമ പറയും എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കാല്ലേ. പോയി പറഞ്ഞു നോക്കണം സത്യമേ, ഇപ്പൊ തന്നെ പോയി പറയണമെന്നേ ഞാൻ പറയൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവൻ ആ പൈസ എടുത്തെടുത്ത് കൊണ്ടുവന്ന് വെക്കും. ബാമ പറയും ഈശ്വര പിള്ളയുടെ നാവ് പൊന്നാവട്ടെ, അത് നടന്നു കിട്ടിയാൽ നമ്മുടെ കുറെ അധികം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എന്നാ പിന്നെ വൈകിക്കുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ പോയി സൂചിപ്പിച്ചേക്കാം. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോ പിള്ളച്ചേട്ടൻ പറയും പിന്നെ ചെല്ലുമ്പോ തന്നെ പറഞ്ഞേക്കരുത്, സാവകാശം സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചാൽ മതി. ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ബാമ അവിടുന്ന് പോകുമ്പോ എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പോയിക്കോ സത്യമേ എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ സത്യമേ അവിടുന്ന് പറഞ്ഞേക്കും. സത്യമേ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിള്ളച്ചേട്ടൻ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കണേ. അതെ സത്യമേ ഞാൻ ഇവിടുന്ന് ഒരു വിധത്തിൽ മാറ്റിയിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വരുമോ? ആ ഞാൻ വരാം, ഞാൻ പിള്ളച്ചേട്ടൻ വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ എന്താ വന്നോണ്ടിരിക്ക, എനിക്ക് വേഗം വാ കുഞ്ഞേ, ഒട്ടും സമയം കളയണ്ട. അങ്ങനെ രാമേട്ടനോട് വേഗം വണ്ടി വിടാൻ പറയും. അങ്ങനെ ഇവര് നേരെ സത്യമ്മയുടെ വീട്ടിലേക്ക് പോവാൻ. പിള്ളച്ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ശാലിനിയുടെ കാർ അങ്ങോട്ട് വരും. ഒന്ന് വേഗം വാ കുഞ്ഞേ അങ്ങനെ വിളിക്കുമ്പോണ്ടോ രാഘവേട്ടൻ അങ്ങോട്ട് വരുന്നേ. ശാലിനിയെ കാണുമ്പോ മോളെ എന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരും. ഇതെന്താ മോളെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ, വിളിച്ചു പറഞ്ഞില്ലല്ലോ? അങ്ങനെ ഇപ്പോ വിളിച്ചു പറഞ്ഞു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അച്ഛാ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോഴേക്ക് പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. രാഘവേട്ടൻ ചോദിക്കും ഞാൻ എങ്ങനെ സഹായിക്കാനാ മോൾ, എല്ലായിടത്തും തോറ്റുപോയ ഒരാളാണ് ഞാൻ. കുറെ ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രമേ എന്റെ കൈവശമുള്ളൂ, അത് ഞാൻ നിങ്ങൾക്കാർക്കും തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ ശാലിനി പറയും അച്ഛാ പ്ലീസ് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ, ഞാൻ തന്നെ അച്ഛനെ തിരികെ കൊണ്ടുവന്നാക്കാം. അല്ല മോളെ ബാമ അറിഞ്ഞ അതറിയുമ്പോഴല്ലേ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരത്തിനായിട്ട് നമ്മൾ പോകുന്നതെന്ന് കരുതിയാൽ മതി. അച്ഛാ അച്ഛൻ ഇനി ആരെയും ഭയക്കേണ്ടി വരില്ല, അതിനുള്ള ഉറപ്പ് ഈ യാത്രയിലൂടെ ഞാൻ വാങ്ങിച്ചു തരാം അച്ഛാ പ്ലീസ്. അപ്പൊ രാഘവേട്ടൻ പറയും ശരി എന്റെ മോള് വിളിച്ചതല്ലേ, എടോ പിള്ളേ എന്റെ ജുബ്ബ ഇങ്ങെടുത്തേ. അങ്ങനെ പിള്ളച്ചേട്ടൻ അതെടുക്കാനായിട്ട് പോവും വേഗം. ഈ സമയം ശാലിനി പൊന്നിയോട് പറയും സത്യമ്മ വരുമ്പോ ഞാൻ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോയിന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി കുഞ്ഞേ. രാഘവേട്ടൻ ചോദിക്കും അല്ല മോളെ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ വളരെ കുഴപ്പം നിറഞ്ഞൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പിയും സത്യം വരെ മറ്റു ചിലരുടെ കയ്യിലാ. അയ്യോ അതെങ്ങനെ? രാഘവേട്ടനും ഞെട്ടിലോടെ ചോദിക്കുകയാണ്. പൊന്നിയും ഇത് കേട്ട് ഞെട്ടിപ്പോവാ. ശാലിനി പറയും അതൊക്കെ പറയാം, ഇപ്പൊ നമ്മൾ പോകുന്നത് വലിയൊരു ലക്ഷ്യം നിറവേറ്റാനാണ്, അത് നടന്നു കഴിഞ്ഞാൽ പിന്നാലെ എല്ലാം നടക്കും. അങ്ങനെ രാഘവേട്ടൻ അതിന് സമ്മതിക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് കുട്ടികൾ ഇപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടിട്ടില്ല, അവിടെ ഓടി ഒളിച്ചു നിൽക്കും. ഇവര് വന്ന് തെരഞ്ഞു നോക്കുകയാണ്. അവിടെ ഒരു കുഴിഭാഗം ഉണ്ട് കേട്ടോ. അവരവിടെ നിൽക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും അവിടെ പോയി അതിലേക്ക് ഉന്തിയിടും. പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവാ. എന്നാ പിടിക്കടാ എന്ന് പറഞ്ഞ് ഇവന്മാരെ പിന്നാലെ എഴുന്നേറ്റ് ഓടുക. നേരെ മറ്റേ ഗുണ്ടകളുടെ കയ്യിലേക്ക് എന്നെ വന്നുവിടും. ഇവൾമാര് രക്ഷപ്പെട്ടു പോവാണല്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ തലേ കയറാണോ, എടുക്കടാ അവൾമാരെ എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും അകത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണേ. ഈ സമയം അയാളെ അവിടെ നിന്ന് ഒരു ചൂരൽ വടി എടുക്കും. ഇത് കാണുമ്പോ കുട്ടികൾ പേടിക്കും. അപ്പോ ആ മീശക്കാരൻ പറയും അയ്യോ അടിക്കൊന്നും വേണ്ട, പാവം കുട്ടികളല്ലേ. അപ്പൊ അയാൾ പറയും രണ്ടെണ്ണം കൊടുത്തിട്ടില്ലെങ്കിലേ ഇതിങ്ങൾ ഇനിയും രക്ഷപ്പെടാൻ ശ്രമിക്കും, ഒന്ന് പേടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവറ്റുകള് നമ്മളെ കൊല്ലാക്കൊല ചെയ്യും. അപ്പൊ പപ്പിക്കും എന്താ സത്യം ഇവര് സ്വകാര്യം പറയുന്നത്? സത്യ ചെവിയിൽ പറയും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം. അപ്പൊ അയാൾ പറയും ഇനി ഇതുപോലെ കുരുത്തക്കേട് കാണിച്ചാലേ അടിച്ച് കൈയും കാലും ഒടിക്കും ഞാൻ. അപ്പൊ പപ്പി പറയും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ വിഷ്ണു അച്ഛൻ വരും. അയാൾ പറയും വിഷ്ണുവോ പരമേശ്വരനോ ആര് വേണമെങ്കിലും വന്നോട്ടെ, ഇത് ബെൻസിന്റെ താവളോ, ഇതിന്ന് രക്ഷിക്കാൻ ആണൊരുത്തൻ വരുമെങ്കിൽ അതെനിക്കൊന്ന് കാണണം. ഈ സമയം ആ ആണൊരുത്തൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഓട്ടോയില്. കൂടെ വേറെ ഓട്ടോ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഓട്ടോ സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. ഇന്ന് അവന്മാർക്ക് ഇടിയുടെ പൂരാണേ, ഇടിയുടെ തൃശ്ശൂർ പൂരം. ഇനി അവന്മാര് ഒരു കുട്ടികളെയും ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാ അവരുടെ യാത്ര. ഇതേസമയം കുട്ടികള് ആ റൂമിനകത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നമ്മളെ രക്ഷിക്കാൻ വിഷ്ണു അച്ഛൻ വരില്ലേ സത്യേ? വരും പപ്പി, അച്ഛൻ വരും. ഇവർക്ക് നല്ല അടിയും ഇടിയും കൊടുക്കും. നമ്മളെ തല്ലിയവന്റെ രണ്ട് കൈയും തല്ലി ഓടിക്കണം. സത്യ പറയും പപ്പിക്കും ഇനിയും നമ്മളെ അടിക്കോ സത്യേ? നമുക്ക് പ്രാർത്ഥിക്കാം പപ്പി, അച്ഛൻ വേഗം വരാൻ വേണ്ടി. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണേ. ഇത് സമയം പിന്നീട് കാണിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. അവിടെ സുസ്മിതയും ഉപേന്ദ്രനും വന്നിരിക്കണേ. സുസ്മിത നല്ല ടെൻഷനിലാണ്. ഉപേന്ദ്രൻ പറയും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. സുസ്മിത പറയും അത് പിന്നെ എന്ന് പറഞ്ഞ ടെൻഷനോടെ നിൽക്കുമ്പോ ബോസ് വിളിക്കുകയാണ്. നിങ്ങളവിടെ എത്തിയില്ലേ? ഉപേന്ദ്രനില്ലേ കൂടെ? ആ ഉണ്ട്, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ബോസ് പറയും ആ രജിസ്ട്രാറെ ഒരു പ്രത്യേക സ്വഭാവക്കാരൻ, ഒരു രീതിയിലും അടുക്കില്ല. ഇതിനു മുമ്പ് അവിടെ എന്തോ ആൾമാറാട്ടം നടത്തി കള്ളാധാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. അതുകൊണ്ട് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്യൂണുണ്ട്, അവൻ നമ്മുടെ ആളാ, അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് ഒരു കാർ വരികയാണേ. നോക്കുമ്പോ രോഹിത്താണ് ഇറങ്ങുന്നത്. സുസ്മിത പറയും അവൻ എത്തിയിട്ടുണ്ട്. രോഹിത്ത്
ബോസ് പറയും എഴുതി തന്നതിന് ശേഷം അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം. സുസ്മിത പറയും അതെ. ബോസ് പറയണേ നമ്മളെ വഞ്ചിച്ചവരായി അങ്ങനെ നട്ടിൽ നിവർത്തി നമ്മുടെ മുന്നിലൂടെ നടക്കണ്ട. സുസ്മിത പറയും എങ്കിൽ പിന്നെ ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം. ബോസ് പറയും എങ്കിൽ പിന്നെ ഒരു പഴുതുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണേ. കളക്ടർ മാഡം വന്നില്ലേടി? സുസ്മിത പറയും ഇതുവരെ വന്നിട്ടില്ല. വരും, കാഞ്ഞ ബുദ്ധി അവൾക്ക്. അവളെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കേ. സുസ്മിത പറയും ശരി അങ്ങനെയാട്ടെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാൻ ഉപേന്ദ്രനോട് പറയും ചിറ്റപ്പനായിരുന്നോ? അങ്ങേരിത് എവിടെയാണ്? ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നോ? സുസ്മിത പറയും അതെന്തോ ഒഫീഷ്യൽ മീറ്റിംഗിലാണ്. അപ്പോഴേക്കും അങ്ങോട്ട് പ്യൂണ് വരണേ. ഉപേന്ദ്രൻ ചോദിക്കും എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പക്ഷേ ഓക്കെ അല്ലാത്തത് ഇവിടുത്തെ ഓഫീസറാണ്, ഭയങ്കര കടിശക്കാരനാണ്. അപ്പോഴേക്കും രോഹിത് അവരുടെ അടുത്തേക്ക് വരും. രോഹിത്തിനെ കാണുമ്പോൾ തന്നെ രണ്ടുപേരും ദേഷ്യത്തോടെ രോഹിത്തിനെ നോക്കുകയാണ്. പ്യൂണ് പറയും ജോലിയോടെ അയാൾക്ക് ആത്മാർത്ഥത ഇത്തിരി കൂടുതൽ, അല്ലെങ്കിൽ കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരും സ്ഥലത്ത് വേണമെന്ന് നിർബന്ധം പിടിക്കോ? ചെറിയൊരു തമ്പ് ഇംപ്രഷന്റെ കാര്യമുള്ളൂ. അത് പിന്നെ ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം ആളെ സമ്മതിക്കുള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ ഒരു കള്ളക്കളി നടന്നതുകൊണ്ടാ പുള്ളിക്കാരൻ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയത്. ഉപേന്ദ്രൻ ചോദിക്കും അപ്പൊ എന്നെയും വിളിക്കുമല്ലേ? പ്യൂൺ ചോദിക്കും എഴുതി വാങ്ങിക്കുന്ന ആളല്ലേ? ഉപേന്ദ്രൻ പറയും അതെ, എന്റെ പേരിലാണ് എഴുതി വാങ്ങിക്കേണ്ടത്. ഉപേന്ദ്രൻ വിളിക്കുക മാത്രമല്ല നിങ്ങളുടെ ആധാർ കാർഡ് അടക്കം അരിച്ചു പെറുക്കി നോക്കും. ആദ്യം എഴുതി തരുന്ന ആളെ വിളിക്കും. രോഹിത് പറയും ഞാനാണ്. ശരി വാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. രോഹിത് അകത്തേക്ക് കയറുമ്പോ ഇവരെങ്ങനെ നോക്കുന്നുണ്ട്. സുസ്മിത ഉപേന്ദ്രനോടേക്കും വോട്ടർ ഐഡിയും ആധാർ കാർഡൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉപേന്ദ്രൻ പറയും അതൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാ പിന്നെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സുസ്മിത അപ്പോഴും പറയുന്നേ അല്ല കൊച്ചമ്മ ഇതുവരെ വന്നില്ലല്ലോ. ഉപേന്ദ്രൻ പറയും ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണും. വീടും സ്ഥലവും വീണ്ടും വീണ്ടും ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കാണുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. എന്നാൽ ഇതിന്റെ പ്രമോലുള്ളത് എന്താന്ന് വെച്ചാല് ഇവർക്ക് മുന്നേ ശാലിനി രാഘവേട്ടനെ കൂട്ടി അവിടെ വന്നിട്ടുണ്ട്. അവർ ആ രജിസ്റ്റർ ഓഫീസിനുള്ളിലുമുണ്ട്. അതൊന്നും ഇവർക്കറിയില്ല. അങ്ങനെ രോഹിത്തെ അവരുടെ മുന്നിലൂടെ പോയിട്ട് തന്നെയാണ് ആ സ്വത്തുക്കളെല്ലാം രാഘവേട്ടന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെയായിരിക്കും കഥ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്